അവണിശ്ശേരി അംബേദ്കർ നഗറിൽ അംബേദ്കർ ഗ്രാമീണ വായനശാലയുടെ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഇപ്പോൾ ഈ മൊബൈലിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ കിട്ടും. പക്ഷേ വായിക്കാനോ അന്വേഷിക്കാനോ കണ്ടെത്താനോ നമ്മളാരും ശ്രമിക്കാറില്ല. വായിക്കുമ്പോൾ എന്താണ്ടാവുക, വരികളിലൂടെ വായിച്ചു പോകുമ്പോൾ ഒരുപാട് ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും അല്ലേ അങ്ങനെയല്ലേ? നല്ല നല്ല വാക്കുകൾ കടന്നു വരുമ്പോൾ ഇതുപോലെ സംസാരിക്കുമ്പോൾ നല്ല നല്ല വാക്കുകൾ നമുക്ക് കടമെടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ വായനകളിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുന്ന കാര്യത്തിനേക്കാൾ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ ഈ മൊബൈലിലൂടെ നല്ല കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ കണ്ടെത്താനായിട്ടുള്ളൊരു പരിശ്രമം പുസ്തകങ്ങളിലൂടെ ശ്രമിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു കുറവായിട്ടാണ് തോന്നുന്നത്. പഞ്ചായത്ത് അംഗം KA പ്രദീപ് അധ്യക്ഷത വഹിച്ചു. അവണിശ്ശേരി പഞ്ചായത്തിലെ ഈ സ്ഥലം എന്ന് പറയുന്നത് അംഗൻവാടിയും പകൽ വീടും ചേർന്നതാണ്. അപ്പോൾ ഈ പകൽ വീടിനകത്ത് ഒരു വായനശാല ഉണ്ടാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നൊരു തീരുമാനം ഉണ്ടാക്കുകയും പഞ്ചായത്ത് ഭരണസമിതി അത് വളരെ താല്പര്യപൂർവ്വം ഈ പ്രദേശത്ത് ഒരു വായനശാല ഇല്ലാത്തതല്ലേ എന്ന് കൊണ്ട് തന്നെ അത് സമ്മതിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടം ഇതിനൊരു സ്ഥലം തന്നെ നമ്മൾ തയ്യാറാക്കിയത്. അതിനുശേഷം നമ്മളുടെ ഈ പരിസരത്തുള്ള പല സാമൂഹ്യ പ്രവർത്തകരും വളരെ താല്പര്യപൂർവ്വം ഒരു പരിപാടി പറഞ്ഞാൽ സഹകരിക്കുന്ന ആളുകളെ അടുത്ത് നമ്മൾ സമീപിക്കുകയുണ്ടായി. ഇതിന് വേണ്ടത് അലമാരികളാണ്. ഒരു അലമാരിക്ക് 10,000 രൂപ വില വരുന്ന അലമാരികളാണ്. അങ്ങനെ 4 അലമാരി നമുക്ക് 40,000-ഓളം ചിലവ് വരുന്ന അലമാരികൾ നമുക്ക് സ്പോൺസർഷിപ്പിലൂടെ നമ്മളിവിടെ ലഭ്യമാക്കിയിരിക്കുകയാണ്. ALMC അംഗങ്ങളായ KN മധു, VR ശശി, മാധ്യമപ്രവർത്തക ശ്രീലക്ഷ്മി പ്രമോഷ്, ആശാപ്രവർത്തക KN അജിത, ജോളി, ധന്യ സുധീർ, ബിന്ദു എബ്രഹാം, GT, വിജി എന്നിവർ സംസാരിച്ചു.